to the next adventure of the Wanderlust couple. Today we're in Seneca Rocks, West Virginia. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി കിടിലൻ ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ US വെസ്റ്റ് വെർജീനിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് സെനക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞൊരു യാത്രയാണ്. ഒരുപാട് ചലഞ്ചുകളുള്ള യാത്ര. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ മല, അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഹൈക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. തികച്ചും ചലഞ്ച് വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് വഴിയെ കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം. സോ ആ കാണുന്ന മൗണ്ടൻ, അതിൻ്റെ പേരാണ് സെനക്ക റോക്സ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ക്ലൈംബ് ചെയ്യാനായിട്ട് ഇവിടെ വരാറുണ്ട്. മൗണ്ടൻ ക്ലൈംബിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ ആണ് ആ കാണുന്നത്. സോ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് രണ്ടും കൽപ്പിച്ച് ഒരു ഹൈക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല റിസ്ക് ആണെന്ന് അറിയാം. നല്ല ഒരുപാട് സീനറികളൊക്കെ ഉള്ളൊരു നല്ല ട്രയൽസാണ് അതിൻ്റെ മുകളിലേക്ക്. ഏകദേശം 400 ട്രയൽസാണ് അതിൻ്റെ മുകളിലേക്ക് ഹൈക്ക് ചെയ്യാനായിട്ട്. സോ നമ്മൾ ജസ്റ്റ് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ട്രയൽസിലേക്ക് വന്നു. ഈ ട്രയൽസിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഗംഭീരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 പേരാണ് ഇവിടുന്ന് വീണ് മരിച്ചിരിക്കുന്നത് ഈ റോക്ക് ക്ലൈമ്പിങ്ങിനിടെ. സോ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് പോവുകയാണ്. വളരെ സീനിക് വ്യൂകൾ നിറഞ്ഞ അടിപൊളിയായിട്ടുള്ള ട്രയൽസാണ്. എന്താ പറയുക, നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇത് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്കിനി ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോവാം. സോ അപ്പോൾ ഗായ്സ്, ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളൊന്ന് ക്ലൈംബ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം റിസ്ക് ആണെന്ന്. 1560 അടിയാണ് ആ മലയുടെ ഹൈറ്റ്. സോ അത്ര മുകളിലേക്കാണ് നമ്മൾ ഇവിടുന്ന് ക്ലൈംബ് ചെയ്ത് കയറാൻ പോണത്. ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി കാഴ്ചകളാണ് നമുക്ക് ഓൺ ദ വേയിൽ കിട്ടാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററികളെല്ലാം ചേർത്തിറങ്ങിയ ഒരു ട്രിപ്പായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പോവാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതാണ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ US ആദ്യത്തെ താമസക്കാരായിരുന്ന നേറ്റീവ് അമേരിക്കൻസ്, അതായത് നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയും, ഇന്ത്യക്കാരൊക്കെ താമസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ. ഇവിടെ ഒരുപാട് എസ്പെഷ്യലി സെനക്ക എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജർ താമസിച്ചിരുന്നൊരു ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ മൗണ്ടന് സെനക്ക റോക്ക് എന്ന പേര് വരാൻ കാരണം ഉണ്ടായത്. ഒരു രക്ഷയില്ല. പൂപ്പാട ഇളകി തുടങ്ങി. പതുക്കെ ഒരു 10 കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. പക്ഷെ മരങ്ങളുടെ തണലുള്ളത് അത് വലിയൊരു ആശ്വാസം. പിന്നെ പറയത്തക്ക ചൂടില്ല, അത് മറ്റൊരാശ്വാസം. അങ്ങനെ നമ്മളതിൻ്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല. ശരിക്കും നമ്മളീ നടക്കുന്ന ട്രയൽസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മുകളിലേക്കൊക്കെ ഏത് സമയത്തും മറിഞ്ഞ് വീഴാം എന്നൊരു ഫീലാണ് നിൽക്കുന്നത്. അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും കുത്തനെ കിടക്കുന്നൊരു ട്രയൽസാണിത്. ഈ മരമൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കംപ്ലീറ്റ് നമ്മൾ ഈ സൈഡിലേക്ക് ചാഞ്ഞ്
ഏത് സമയത്ത് വേണമെങ്കിൽ അത് തെന്നിയടിച്ച് വീഴാം എന്നുള്ള രീതിയിലാണ് മരങ്ങളുടെ നിപ്പ്. നമ്മൾ ഏകദേശം ഇതിൻ്റെ മേൽഭാഗം എത്താറായി. അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഗം പിടിച്ചൊരു ഹൈക്കാണ്. അതുവഴിയാണ് നമ്മൾ പോണത്. ഒരു രക്ഷയില്ലാത്ത സീനറീസാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. മാക്സിമം ഈ ഒരു വീതിയുള്ള ഈ പാറയാണ്. ഇതുവഴി വേണം നമുക്ക് പോകാനായിട്ട്. ടോട്ടലി റിസ്ക് പിടിച്ചൊരു ഹൈക്ക് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. കണ്ടോ എത്ര എഡ്ജ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂവാ. നമ്മൾ കയറി പോണ വഴി കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക, അത്രയ്ക്കും റിസ്ക് പിടിച്ചിട്ടുള്ള വഴിയാണ് നമ്മൾ കയറി പോണത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് മുകളിലേക്ക്. ഞാൻ ആ കയറി പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര റിസ്ക് പിടിച്ചൊരു വഴിയാണ് ഞാൻ കയറി പോണെന്ന്. സോ ഇതുവഴിക്കാണ് നമ്മൾ കയറി പോണത്. ഇത്രയ്ക്കും റിസ്ക് പിടിച്ചൊരു ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അതിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തി. എന്താ പറയുക, അത്രയ്ക്കും ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു ഹൈക്ക് തന്നെയായിരുന്നു. ലൈഫിൽ ചെയ്ത ഏറ്റവും റിസ്ക്കും പിടിച്ചൊരു ഹൈക്കാണ് നമ്മളിപ്പോൾ ഈ ചെയ്തത്. ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിന് മുകളിൽ നിന്ന്. അതാണ് നമ്മൾ കയറി വന്ന വഴി. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, കയറി വന്ന വഴി കണ്ടില്ലേ? ഇത്രയും റിസ്ക് പിടിച്ച സ്ഥലം വഴിയാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് വന്നത്.
സോ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. ബൈ.